നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിതാഖാത്ത് ഇളവ് കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി. വൻ തുകയ്ക്ക് വിമാന ടിക്കറ്റ് എടുത്ത 10,000-ങ്ങൾക്ക് മടക്കം തടസ്സമാകുന്നു. അധികൃതരുടെ സൗജന്യ യാത്രാ സൗകര്യം പ്രതീക്ഷിച്ചിരുന്നവരും നിരാശയിൽ. നിതാഖാത്തിന് ഇരകളായ 100 മലയാളികൾ തിരിച്ചെത്തി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പണം സ്വീകരിച്ച രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമത്. പ്രവാസികളിൽ നിന്ന് ഈ വർഷം ഇന്ത്യയിലേക്ക് ഒഴുകിയത് $7,100 കോടി എന്ന് ലോകബാങ്ക്. തുനീഷ്യയിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് അന്നഹദയും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ കരാർ ഒപ്പിട്ടു. സ്വതന്ത്രരായ പാർലമെന്റ് അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയ്ക്ക് അധികാരം കൈമാറി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ധാരണ. മൊബൈൽ ജാമറുകൾ അപകടകാരികളെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. പള്ളികളിലും വിദ്യാലയങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ജാമറുകൾ എടുത്തുമാറ്റണമെന്ന് മതകാര്യ വകുപ്പ്. ഫിഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്ന് ഖത്തർ. സമിതിയുടെ അന്വേഷണം ലോകകപ്പിന്റെ മുന്നൊരുക്കത്തെ ബാധിക്കില്ലെന്നും ഖത്തർ. തിരുകേശ വിവാദത്തിൽ സംസ്ഥാന സർക്കാർ മുൻ നിലപാട് തിരുത്തി. മുടിപ്പള്ളിയുടെ പേരിൽ പണപ്പിരിവ് നടക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ പുതിയ സത്യവാങ്മൂലം. വിവാദ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം നടത്താമെന്ന് സർക്കാർ. ഇളവ് കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി. ഭീമമായ വിമാന നിരക്ക് എക്സിറ്റ് നേടിയ 10,000-ങ്ങൾക്ക് മടങ്ങുന്നതിന് തടസ്സമാവുകയാണ്. അധികൃതരുടെ സൗജന്യ യാത്രാ സൗകര്യം പ്രതീക്ഷിച്ചിരുന്നവരും നിരാശയിലായി. നിതാഖാത്തിന്റെ ഇളവു കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് നേടിയ ആയിരങ്ങൾ രാജ്യം വിടാൻ ബാക്കിയാകുന്നു. ഭീമമായ യാത്രാക്കൂലി നൽകാനാവാതെ പകച്ചു നിൽക്കുകയാണിവർ. സൗജന്യ യാത്രയൊരുക്കുമെന്ന അധികൃതരുടെ വാക്കും പാഴ്വാക്കായി. നിതാഖാത്ത് ഇളവിന്റെ അവസാന കാലത്ത് കുവൈത്ത് മോഡലിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ സംവിധാനമൊരുക്കും എന്നായിരുന്നു സൗദി സന്ദർശിച്ച പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ ഇപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് അധികൃതർ. 70,000-ഓളം ഇന്ത്യക്കാർക്കാണ് നാട്ടിലേക്ക് പോകുന്നതിന് ഇന്ത്യൻ എംബസികൾ ഈസികൾ വിതരണം ചെയ്തത്. ഇതിൽ പലരും പിന്നീട് ജോലികൾ കണ്ടെത്തിയതിനാൽ സൗദിയിൽ തുടരാൻ സാധ്യതയുണ്ടെങ്കിലും 50,000-ഓളം ആളുകളെങ്കിലും മടങ്ങേണ്ടിവരുമെന്നാണ് സൂചന. എന്നാൽ എക്സിറ്റ് നേടിയ 10,000-ൽ താഴെ ഇന്ത്യക്കാർ മാത്രമേ ഇതുവരെ രാജ്യം വിട്ടിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ. പലരും അവസാന നിമിഷങ്ങളിലേക്ക് മാറി നിൽക്കുകയായിരിക്കും എന്നാണ് ഇന്ത്യൻ എംബസി കണ്ടെത്തിയ കാരണം. എന്നാൽ ഭീമമായ യാത്രാനിരക്ക് കാരണമാണ് യാത്ര വൈകുന്നതെന്നാണ് പലരും വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ദമ്മാമിൽ നിന്ന് നവോദയ സാംസ്കാരിക വേദി പ്രമുഖ പ്രവാസി വ്യവസായി സിദ്ദിഖ് അഹമ്മദുമായി ചേർന്ന് നിതാഖാത്തിന്റെ ഇരകൾക്ക് പ്രത്യേക വിമാനം ചാർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം 105-ഓളം ആളുകളെയും വഹിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ദമാമിൽ നിന്ന് നാട്ടിലേക്ക് പറന്നത്. സൗദിയിലെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു പ്രവാസി വ്യവസായിയുടെ സഹായത്തോടെ ഇത്തരമൊരു ദൗത്യമേറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് പ്രവാസികൾ ഉയർത്തുന്ന ചോദ്യം. സാജിദ് ആറാട്ടുപുഴ, മീഡിയ വൺ, ദമാം. നിതാഖാത്തിന് ഇരകളായ 100 മലയാളികൾ നാട്ടിൽ തിരിച്ചെത്തി. സൗദി സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്താൻ കഴിയാതിരുന്ന പ്രവാസികളാണ് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇന്നലെ രാത്രി ദമാമിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് എത്തിയത്. ഇത് രതീഷ് കുമാർ, തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി. സൗദിയിൽ 10 വർഷത്തോളമായി ജോലി ചെയ്യുകയായിരുന്നു. രാവിലെ പോയാൽ അവർ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടിടും. അത് കിടന്ന് നരവ് വരുന്നത് കിടന്നു പിടിച്ചവരൊക്കെ മരിച്ചവരുണ്ട്, അസുഖങ്ങൾ പിടിച്ചവരുണ്ട്. 50 പേർക്ക് മാത്രം കഴിയാനുള്ളിടത്ത് 300-ഉം 400-ഉം പേർ. ഉണ്ണാനും ഉടുക്കാനുമില്ല. മാസങ്ങളായി ഇത്തരം ദുരിതം അനുഭവിക്കുന്ന 5000-ഓളം പേരാണ് സൗദി ക്യാമ്പുകളിലുള്ളത്. ഈ ദുരിതത്തിൽ നിന്നും ഇവരെ കരകയറ്റാൻ സൗദിയിലെ സന്നദ്ധ സംഘടനകൾ ചില സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനിടെ സംസ്ഥാന സർക്കാർ പ്രവാസികളെ നാട്ടിലെത്തിക്കുമെന്ന് അറിയിച്ചു. അതോടെ സ്പോൺസർമാർ പിന്മാറി. എന്നാൽ സർക്കാരിൻ്റെ സഹായം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി. ഈ സാഹചര്യത്തിലാണ് ദമാം, നവോദയ, ITL, ഇറോം എന്നീ സന്നദ്ധ സംഘടനകൾ ഇവരെ നാട്ടിലെത്തിച്ചത്. ദുരിതം നിറഞ്ഞ ക്യാമ്പുകളിൽ നിന്നും നാട്ടിലെത്തിയ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആഹ്ലാദമാണ്. എന്നാൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നീക്കുമെന്ന ആദിയുമുണ്ട് ഇവർക്ക്. ക്യാമറ പേഴ്സൺ ഉമർ എടപ്പാളിനോടൊപ്പം JK അൻസാർ, മീഡിയ വൺ, കൊച്ചി. 50,000-ഓളം പേർക്ക് നിതാഖാത്ത് മൂലം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഇതുവരെ മടങ്ങിയെത്തിയത് വെറും 10,000 പേർ മാത്രം. 40,000-ഓളം പേർ യാത്ര വൈകിക്കുന്നു. കാരണം ഉയർന്ന വിമാനക്കൂലി നിരക്ക് തന്നെ. സർക്കാർ സഹായം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. എങ്ങനെ മടങ്ങിയെത്തും നിതാഖാത്ത് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾ? ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ITL ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്
അതുപോലെ തന്നെ സൗദി എയർ ട്രാവലേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാൻ KC അബ്ദുറഹ്മാൻ, യൂത്ത് ഇന്ത്യ റിയാദിൻ്റെ പ്രസിഡന്റ് സദറുദ്ദീൻ കീഴ്ശ്ശേരി, അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം സിദ്ദീഖ് അഹമ്മദിലേക്ക്. സിദ്ദീഖ് അഹമ്മദ്, ഏത് സാഹചര്യത്തിലാണ് താങ്കളെപ്പോലുള്ളവർ ഇവരെ സഹായിക്കാൻ, പ്രവാസികൾ മടങ്ങി വരാൻ വിമാനക്കൂലി പോലുമില്ലാത്ത പ്രവാസികളെ സഹായിക്കാൻ തയ്യാറായത്? സാധാരണ പ്രവാസികളുടെ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ പരിഹരിക്കാമെന്ന് ഓഫീസാണ് അറിയിച്ചിട്ടുള്ളത്. കവിതകളാണ് സ്വപ്നത്താമസത്തിൽ പോലുള്ള പദ്ധതികളിൽ മുമ്പ് കേരള ഗവൺമെന്റുമായി കൈകൊടുത്ത് ഇവിടെ ജയിലിൽ ആൾക്കാരെ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, ക്ഷമിക്കണം, താങ്കളുടെ ശബ്ദം കേൾക്കുന്നതിൽ തടസ്സമുണ്ട്. മടങ്ങിയെത്താൻ താങ്കളിലേക്ക് KC അബ്ദുറഹ്മാനിലേക്ക്. KC അബ്ദുറഹ്മാൻ, എത്രമാത്രം ഇടപെടുന്നുണ്ട് സൗദിയിൽ എംബസി അധികൃതർ ഇവരുടെ മടങ്ങിവരവിന്റെ കാര്യത്തിൽ? സിയാറ്റയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വിഷയം വ്യത്യസ്ത എയർലൈനുകളുമായിട്ടും ഇന്ത്യൻ മിഷനുമായിട്ടും വളരെയധികം കേൾക്കാവോ? പറയൂ KC അബ്ദുറഹ്മാൻ, കേൾക്കാം. ഓക്കെ, നമ്മൾ ഈ കാര്യത്തിൽ വളരെ പ്രായോഗികമായ കാര്യങ്ങളെ കുറിച്ച് എംബസി, ഇന്ത്യൻ കോൺസുലേറ്റും എയർലൈനുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഓപ്ഷൻ വെച്ചത് ജദ്ദനെ സംബന്ധിച്ചാണ്. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെസ്റ്റേൺ റീജിയൻ ജദ്ദയെ സംബന്ധിച്ചാണ്. ഈ ജദ്ദയിലേക്ക് ഇപ്പോൾ ഈ ഹജ്ജ് സീസണിൽ ഹജ്ജ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹജ്ജ് ഫ്ലൈറ്റുകളിൽ തിരിച്ചു പോകുന്ന ഹജ്ജ് ഫ്ലൈറ്റുകളിൽ ഇവിടുത്തെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അതിന്റെ ഒരു ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളെ. ഹലോ, പറയൂ അബ്ദുറഹ്മാൻ. ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. കാരണം ഇന്ത്യയിൽ നിന്ന് 417 ഹജ്ജ് ഫ്ലൈറ്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ 417 ഹജ്ജ് ഫ്ലൈറ്റുകളിൽ 195 മാത്രമാണ് എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 222 ഫ്ലൈറ്റും സൗദി എയർലൈൻസ്. അപ്പൊ സൗദി എയർലൈൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങോട്ട് തിരിച്ച് ഹജ്ജിന് വന്ന ഫ്ലൈറ്റുകളെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഓപ്പറേഷനലി അതൊരു വയബിൾ അല്ല. സാധാരണ ഈ രംഗത്ത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 60% എങ്കിലും പാസഞ്ചർ ലോഡ് ഉണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഹജ്ജ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത മേഖലകളിൽ സൗദി ഓപ്പറേറ്റ് ചെയ്യുന്ന കാലിക്കറ്റ്, ബാംഗ്ലൂർ, മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ഡൽഹി, ലക്നോ, ഇത്രയും മേഖല എയർപോർട്ടിൽ നിന്ന് ആണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് വ്യത്യസ്ത എയർപോർട്ടുകളിലേക്കുള്ള ആളുകളാണ് ഇവിടുന്ന് പോകാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം 4 സ്ഥാനത്താണ് ഈ നിസാക്കാത്ത് മൂലം തിരിച്ചു പോവേണ്ട പ്രവാസികളുടെ ലിസ്റ്റിലെ. ഏറ്റവും കൂടുതൽ നിസാക്കാത്ത് മൂലം തിരിച്ചു പോകേണ്ട യാത്രക്കാരുള്ളത് ബംഗാളിലേക്കാണ്, പിന്നെ UP-യിലേക്ക്, ആന്ധ്രാപ്രദേശ്, പിന്നെയാണ് കേരളം വരുന്നത്. അപ്പൊ ഈ ഒരു എയർലൈനിൽ നമ്മൾ CG-ആയിട്ട് ഇവിടെ കോൺസുലേറ്റ് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു എയർലൈനിൽ ഏറ്റവും ചുരുങ്ങിയത് 60% പാസഞ്ചർ ലോഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഉറപ്പു തരാൻ പറ്റുവാണെങ്കിൽ ഇത് ഇന്ത്യൻ അധികാരികളുമായിട്ടും ഇവിടുത്തെ വ്യോമയാന വകുപ്പുമായിട്ടും നമ്മൾ സംസാരിക്കാം. എന്നിട്ട് ഈ കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും. കാരണം അതിനുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എഗ്രിമെന്റ്, ബയലാറ്ററൽ അഗ്രിമെന്റ് നമ്പർ ഓഫ് സീറ്റ് പെർ വീക്ക് ബേസിസിലാണ്. അത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ. ഇങ്ങനെ വരുമ്പോൾ ഇത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ അല്ല, ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പറേഷന്റെ തലത്തിലേക്കാണ് ഇത് പോകുന്നത്. ആ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻ തലത്തിലേക്ക് പോകുമ്പോൾ അതിനുള്ള പ്രത്യേക അനുമതി വേണം. ആദ്യത്തെ അനുമതി തരേണ്ടത് ഇവിടുത്തെ സിവിൽ ഏവിയേഷൻ വകുപ്പും സൗദി എയർലൈൻസുമാണ്. അപ്പൊ സൗദി എയർലൈൻസിനെ സംബന്ധിച്ച് അവരുടെ കമേഴ്ഷ്യലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന പാസഞ്ചറും അതിന്റെ റവന്യൂ ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു റോയൽറ്റി കൊടുക്കണം. പുറമെ ഇവിടെ എയർപോർട്ട് അതോറിറ്റിക്ക് വരുന്ന ലാൻഡിംഗ് ചാർജ്, പാർക്കിംഗ് ചാർജ്, എക്സ്റേ ചാർജ്, പാസഞ്ചർ സർവീസ് ചാർജ്, റൂട്ട് നാവിഗേഷൻ ചാർജ്, ഇങ്ങനെ പല വ്യത്യസ്ത ചാർജുകളും ടാക്സുകളും എല്ലാം അവർക്ക് നഷ്ടപ്പെടും. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആകുമ്പോൾ പോലും ഇത്തരം ചാർജുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി KC അബ്ദുറഹ്മാൻ, ദയവായി തുടരുക. ITL ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദിലേക്ക്. സിദ്ദീഖ് അഹമ്മദ്, ഏത് സാഹചര്യത്തിലാണ് താങ്കളെപ്പോലുള്ളവർ ഇത്തരത്തിൽ 100ഓളം പേരെ നാട്ടിലെത്തിക്കാനുള്ള
നടപടികളുമായി മുന്നോട്ട് പോയത്. ഇത്തരം പ്രതിസന്ധികൾ മുമ്പ് KC അബ്ദുറഹ്മാൻ സൂചിപ്പിച്ച പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലുള്ള സഹായഹസ്തവുമായി താങ്കളെപ്പോലുള്ളവർ മുന്നിട്ടിറങ്ങിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അബ്ദുറഹ്മാൻ രണ്ടാത്താനിയോടാണ്. മൂപ്പരെന്റെ സഹോദരനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ബിസിനസ് ലെവലിൽ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കച്ചവടം ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വിമാനം സൗദി അറേബ്യയിൽ കയറാൻ കഴിയില്ല. ഇതൊരു ബിസിനസ്സിനായിട്ടല്ലല്ലോ അബ്ദുറഹ്മാൻ രണ്ടാത്താനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും നാട്ടിൽ അവരുടെ കുടുംബത്തിലെത്തിക്കുക എന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. അതിന് ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ നോർക്കയോ ജനങ്ങൾ പങ്കെടുക്കണം. അതിന് വരുന്ന ചെലവ് നമ്മൾ ഗവൺമെന്റ് വഹിക്കണം. അല്ലെങ്കിൽ ഡോക്ടർ സിദ്ദീഖ് ക്ഷമിക്കണം, ഇപ്പോൾ നടത്തിയ പ്രസ്താവന നടത്തിയത് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA അല്ല, KC അബ്ദുറഹ്മാൻ. അദ്ദേഹം സൗദി എയർ ട്രാവലേഴ്സ് അസോസിയേഷന്റെ ചെയർമാനാണ്. ഓക്കെ, KC അബ്ദുറഹ്മാൻ, സോറി. അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല്, ഇതൊരു ബിസിനസ്സിനായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം നമുക്കുള്ളത്, ഇവരുള്ള ജനങ്ങളെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ട് ദമാമിൽ നിന്നോ റിയാദിൽ നിന്നോ ഈ ജനങ്ങളെ ചാർട്ടർ ഫ്ലൈറ്റിന് എടുത്തുകൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഹജ്ജിന് വരുന്ന വിമാനങ്ങൾ കാലിയായി പോകുന്നതിന് ദമാമിൽ നിന്ന് സംഘടനകൾ ഈ ആൾക്കാരെ ജിദ്ദയിൽ കൊണ്ടുവിടുമല്ലോ എയർപോർട്ടില്. എന്ത് ചെയ്ത സൗകര്യങ്ങൾ ചെയ്യാനും ഇവിടുത്തെ സംഘടനകൾ തയ്യാറാണ്. ഇവിടെ സൗദി അറേബ്യയിൽ ഏത് സംഘടനയാണ് സഹായിക്കാതിരിക്കുന്നത്? എല്ലാ സംഘടനകളും എല്ലാ സമയത്തും 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു സംഘടനയും ഒന്നിനും വേണ്ടി മാറി നിൽക്കുന്നവരല്ല. ഇവിടെ വിമാനം നിങ്ങൾക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജിദ്ദയിലുണ്ടെങ്കിലും മദീനയിലുണ്ടെങ്കിലും സംഘടനകളെല്ലാവരും ബസ് വഴിക്ക് അവർ അവിടെ എത്തിക്കും. അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കൂടെ? അതൊന്നും ഒരു കാരണങ്ങളല്ല. ഇനീഷ്യേറ്റീവ് ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കിടക്കുന്ന പ്രയാസപ്പെട്ട പാവപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാരെ ജയിലിലും പല റോട്ടിലും കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. ഇതിനകത്ത് ഒരു വിഭാഗം നവോദയ ടീം വന്ന് ചോദിച്ചു, അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് എംബസി പറയുന്നത് 80,000-ഓളം അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അതിൽ 60,000-നടുത്ത് ആൾറെഡി NOC കൊടുത്തിട്ടുണ്ടെന്നും അവർ പറയുന്ന വേറെ കണക്കൂടിയുണ്ട് 55,000-ഓളം ആൾക്കാർ പോകാൻ വഴിയുണ്ടെന്നും. പക്ഷെ അതിന് അവർക്ക് കൃത്യമായ കണക്കില്ല. പക്ഷെ എങ്കിലും അവർ പറയുന്നുണ്ട് അത്രത്തോളം പോയി കാണാമെന്ന്. ഞാൻ പറയുന്നത് ഇനിയും ഇവിടെ ഒരുപാട് ജനങ്ങൾ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. വേണമെങ്കിൽ ഈ ഹജ്ജിന് വന്ന സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ആ വിമാനം തിരിച്ചു പോകുന്നത് കാലിയായി പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് ജനങ്ങളെ അടുപ്പിച്ച് കയറ്റിവിടാമായിരുന്നു. അത് എന്തുകൊണ്ട് ഗവൺമെന്റ്, കേരള ഗവൺമെന്റോ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് ഉന്നയിച്ച ആശങ്കയോട് താങ്കളുടെ മറുപടി എന്താണ്? അബ്ദുറഹ്മാൻ രണ്ടത്താണി അദ്ദേഹം പറഞ്ഞ് 100% ശരിയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഈ കാര്യം വളരെ ഗുരുതരമായ വിഷയം എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ മുമ്പിലൊക്കെ സംഘം സമർപ്പിച്ചതാണ്. കാരണം ഈ വിഷയത്തിൽ അവസാന നിമിഷത്തിൽ ആകുമ്പോഴേക്കും ഒട്ടേറെ പേർക്ക് അവിടെ നിന്ന് ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റെവിടെയെങ്കിലും ജോലി കണ്ടെത്താനുള്ള ഒരു അവസരം ഉണ്ടായത് കൊണ്ട് നമുക്ക് അതുവരെ കാത്തു നിൽക്കുന്നതാണ് ഉചിതം എന്ന നിലപാടാണ് അത് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചത്. സ്വാഭാവികമായും ആ സമയം അവസാനിക്കാൻ പോവുകയാണ്. കാരണം എത്ര പേർക്ക് അവിടെ നിന്ന് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിച്ചു, അതുപോലെ മറ്റ് സ്പോൺസർ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പരിശ്രമങ്ങളൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഇപ്പോഴുള്ള ആളുകളുടെ പ്രയാസകരമായ അവസ്ഥ സൗദിയിൽ ഇരുന്നുകൊണ്ടാണ് സിദ്ദീഖ് ഇവിടെ സൂചിപ്പിച്ചത്. തീർച്ചയായും അവരെ നാട്ടിലെത്തിക്കുക എന്നുള്ള ചുമതല ഒരു സർക്കാരിനുണ്ട്. അതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമല്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് ബംഗാളിൽ നിന്നാണ്. അതുപോലെ തന്നെ കേരളം നിൽക്കുന്നത് 4ാം സ്ഥാനത്താണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരെയും നാട്ടിലെത്തിക്കുക എന്നുള്ള വളരെ വലിയ ബാധ്യതയാണ് നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത്. തീർച്ചയായും കേരള സർക്കാരും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവാസി ക്ഷേമ സമിതിയും ഒക്കെ ഈ കാര്യത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.